കേരള ഗവൺമെൻറ് ലോട്ടറി വകുപ്പ് ലോട്ടറി പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലെന്നാക്കുന്ന പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ രീതിയാണ്. ലോട്ടറി എടുക്കുന്നവനെ താറടിച്ച് കാണിക്കുന്ന അവൻ്റെ ആസനത്തിലടിക്കുന്ന പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവരുടെ വേദനയും കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയാൻ ഒരു മന്ത്രിയോ മന്ത്രിസഭയോ ഒരു ജനപ്രതിനിധിയോ ഇവിടെ ഇല്ലാതെ പോകുന്ന മഹാ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പക്ഷേ ലോട്ടറി കടയ്ക്ക് അവധിയില്ല. എന്തൊരു വിരോധാഭാസമാണ്! എന്താണ് ഈ ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് ഇത്ര ആർത്തി പൂണ്ടാരമാരാണോ? മദ്യക്കട അടയ്ക്കാമെങ്കിൽ പിന്നെ ലോട്ടറി കട എന്തിനു തുറന്നിരിക്കണം? മദ്യവും ലോട്ടറിയുമാണ് ഇന്ന് സർക്കാരിനുള്ള ഏക വരുമാന മാർഗം. അതുകൊണ്ട് സർക്കാർ സംവിധാനം അവർക്ക് കൊള്ളയടിക്കാനും ദൂർത്തടിക്കാനുമായിട്ട് ഈ പണം വിനിയോഗിക്കുന്നു എന്നത് അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് ഭാഗ്യാന്വേഷികളെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ നിന്നും മാറി സർക്കാർ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറുന്നു എന്നത്. എന്നാൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അവർക്ക് മതിയായ ഒരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും നൽകാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. മാനസാറിനൊക്കെ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാട് ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ പാവപ്പെട്ട പണത്തിൻ്റെ വരുമാനത്തിൻ്റെ പങ്ക് തീരെ കുറയ്ക്കുകയും ആനുപാതികമായി നൽകാതിരിക്കുകയും ക്രൂരതയാണ് മനുഷ്യത്തിലെ